കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യർക്ക് വഴിയിലിറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അക്രമികളായി അവർ അഹങ്കാരത്തോടുകൂടി റോഡിലിറങ്ങി അഴിഞ്ഞാടി. ഇതിലേറ്റവും ഭയപ്പെടുത്തുന്ന ദൃശ്യം തിരുവല്ലയിൽ സംഭവിച്ചതാണ്. ക്യാൻസർ രോഗി ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അവനെ തടഞ്ഞു നിർത്തുന്നു. അവൻ ക്യാൻസർ രോഗിയാണ്. ചികിത്സയുടെ കടലാസ് കാണിച്ചിട്ടും സാരമില്ല, മരിക്കട്ടെ എന്ന വൃത്തികെട്ട നിലപാടെടുക്കുകയാണ് ആ സംഘടനാ നേതാവ്. എന്ത് കാണിക്കണ? ഞാൻ ക്യാൻസർ പേഷ്യന്റ് രോഗി രോഗത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പറയരുത്. ഒരു രോഗിയോട് അങ്ങനെ പറയരുത് ഞാൻ ക്യാൻസർ പേഷ്യന്റാ. രോഗം വന്നത് ചോദിച്ചണോ? രോഗം വന്നത് ചോദിച്ചിട്ടാണോ നോട്ടീസ് അടിച്ചോണ്ട് രോഗം തന്നെ? നിങ്ങൾ എന്റെ എനിക്ക് പോകാൻ പറ്റണ്ട. എന്റെ ശാരീരിക പ്രശ്നങ്ങളുണ്ട് എനിക്ക്. ഞാൻ 3 മണിക്ക് പോകുന്ന 6 മണിക്കല്ലേ ഹർത്താൽ? 6 മണിക്കല്ലേ ഹർത്താൽ പൊളിക്കണമെന്നാണ് നിനക്ക് നിർബന്ധം? അല്ല, എന്ത് നിർബന്ധം? ഞാൻ വരില്ല. ഞങ്ങൾ ജീവിക്കട്ടെ. വിടില്ല വിടില്ല വിടില്ല. നിങ്ങൾ ഇത്ര തർക്കിച്ചോണ്ട് വിടില്ല, ബസ്സിൽ പിടിച്ചോണ്ട് വിടില്ല. ആരാണ് ഈ നേതാവെന്ന് അറിയില്ല. ആരാണെങ്കിലും അയാളെ അല്ല കുറ്റം പറയേണ്ടത്. അവിടെ കൂടി നിന്ന് കാഴ്ച കണ്ട എരണം കെട്ടവരെയാണ്. അപ്പോൾ തന്നെ അടിച്ചവൻ്റെ കരണം പൊട്ടിക്കേണ്ട ബാധ്യത ഈ സമൂഹത്തിന് ഇല്ലാതായതിനർത്ഥം നമ്മുടെ നാടിന് എന്തോ സംഭവിച്ചു എന്നാണ്.